ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. 7000 രൂപയ്ക്ക് താഴെ വരുന്ന ബെസ്റ്റായിട്ടുള്ള 4 ഫോൺസ് ഞാനിന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും കമൻ്റ് ആയിട്ടും കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ആ 4 ഫോൺസ് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടോയുടെ മോട്ടോ G05 എന്ന മോഡലാണ്. ഇതിൻ്റെ ഡിസൈൻ അവരുടെ ആ ഒരു ടിപ്പിക്കൽ ക്യാമറ ലേഔട്ടൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. വീഗൽ ലെതർ ഫിനിഷാണ്, കാണാനൊക്കെ നല്ല രസമുണ്ട്. ഈ ഒരു 7000 രൂപ റേഞ്ചിലെ ഫോണാണെന്ന് കണ്ടാൽ ആരും പറയത്തില്ല, അത്രയും നല്ല ഡിസൈൻ ആട്ടോ ഇതിന് വരുന്നത്. ഇനി ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുമുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇതിൻ്റെ സെൽഫി ക്യാമറ സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, നോച്ച് അല്ല കേട്ടോ. ഈ പറഞ്ഞ 4 ഫോൺസിൽ 2 ഫോൺസിൽ മാത്രമേ ഈ പറഞ്ഞ പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂൾ വരുന്നുള്ളൂ. ബാക്കിയുള്ള 2 ഫോണും നോച്ച് ആയിട്ടാണ് വരുന്നത്. സോ അങ്ങനെ ഒരു ബെസ്റ്റ് ഡിസൈൻ വൈസ് ഞാൻ പറഞ്ഞില്ലേ 7000 രൂപയുടെ ഫോണാണെന്ന്. ഫ്രണ്ട് കണ്ടാലും ബാക്ക് കണ്ടാലും ആരും പറയത്തില്ല 7000 രൂപയുടെ ഫോണാണെന്നുള്ളത്. ഇനി ഇതിൻ്റെ ക്യാമറ ആണെങ്കിൽ ഒരു 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. സെക്കൻഡറി ആയിട്ടൊരു യൂസ്ഫുൾ അല്ലാത്ത ക്യാമറയാണ് വരുന്നത്. 8 MB സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഒരു ഡീസൻറ്റ് ക്യാമറ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ബാക്കിയുള്ള എല്ലാ ഫോണും പോലെ തന്നെ നമുക്ക് നോർമലായിട്ട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനും എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡീസൻറ്റ് ക്യാമറ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇനി പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ ഹീലിയോ G81 എക്സ്ട്രീം എന്ന പ്രോസറാണ് വരുന്നത്. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രോസറാണ് വരുന്നത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗെയിംസൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ വേണ്ടി പറ്റും. ഇനി ഹൈ എൻഡ് ലെവൽ ഗെയിം ആണെങ്കിൽ തന്നെ അത്യാവശ്യം ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും കളിക്കാനൊക്കെ പറ്റും കേട്ടോ. കുഴപ്പങ്ങളൊന്നും പറയാനില്ല. പിന്നീട് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഡോൾബി അറ്റ്മോസ് അടക്കം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടുമുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ തന്നെ 5200 mAh ബാറ്ററി വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ചാർജറും ബോക്സിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. ഇനി പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 64GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 6,999 ആയിട്ടാണ് വരുന്നത്. 7000 രൂപ മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ആ റേഞ്ചിൽ എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് എ ഗുഡ് ഫോൺ. ആ പ്രൈസ് റേഞ്ചിൽ പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂൾ വരുന്നുണ്ട്, വീഗൽ ലെതർ ഫിനിഷും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. 7000 രൂപയ്ക്ക് എന്തായാലും നല്ല വേർത്തായിട്ടുള്ള നല്ലൊരു മോഡലാണ്. ഇനി ഈ റേഞ്ചിലെ അടുത്ത രണ്ടാമത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ പോക്കോയുടെ C71 എന്ന മോഡലാണ്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഫോണാണ്. ഡിസൈൻ വൈസ് ഒക്കെ ആണെങ്കിൽ ഉഗ്രനാട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. ക്യാമറ മൊഡ്യൂൾ iPhone 16 ആ ഒരു ഡിസൈനിലാണ് കൊടുത്തുള്ളത്, എന്നാലും കാണാനൊക്കെ നല്ല രസമുണ്ട്. എല്ലാ കളേഴ്സും ഉഗ്രനാട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. ഡിസ്പ്ലേ ആണെങ്കിൽ 6.88 ഇഞ്ച് വരുന്ന HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുമുണ്ട്. പഞ്ച് ഹോൾ എല്ലാ നോച്ചിലാണ് സെൽഫി ക്യാമറ വരുന്നത്. എല്ലാവരും കൊടുക്കുന്നില്ല, ചില ബ്രാൻഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വലിയ കുഴപ്പമായിട്ട് കാണേണ്ട ആവശ്യമില്ല. എന്നാലും ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു പഴഞ്ചൻ ഡിസൈനാണ് ഫോൺ കിട്ടുന്നത്. ഇനി ക്യാമറ ആണെങ്കിൽ തന്നെ 32 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. സെക്കൻഡറി ആയിട്ട് യൂസ്ഫുൾ അല്ലാത്തൊരു ഓക്സിലറി ലെൻസാണ് വരുന്നത്. 8 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആ ഒരു ഡീസൻറ്റ് ക്യാമറ തന്നെയാണ് ഇതിനും വരുന്നത്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ യൂണിസോക്കിൻ്റെ T7250 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. ഒരു ഡീസൻറ്റ് അത്യാവശ്യം നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ഫോൺ റണ്ണാവും. എന്നല്ലാതെ ഈ പറഞ്ഞ ഗെയിമിങ് കാര്യങ്ങളൊന്നും ഈ ഒരു ബഡ്ജറ്റിൽ ഫോണിലേ നിങ്ങൾ നോക്കിയ ആവശ്യം വേണ്ട. അത്യാവശ്യം സ്മൂത്തായിട്ട് റണ്ണാവും, അത്രയേ ഉള്ളൂ. പിന്നെ ആൻഡ്രോയിഡിൻ്റെ ഗോ എഡീഷനാണ് വരുന്നത്, അതുകൊണ്ട് വലിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സ്മൂത്തായിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നീട് ബാറ്ററി ആണെങ്കിൽ തന്നെ 5200 mAh ബാറ്ററിയും വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ ചാർജർ ബോക്സിനകത്ത് കിട്ടുന്നുമുണ്ട്. ഇനി പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 4GB 64GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസാണ് 6499 ആയിട്ടാണ് വരുന്നത്. 6500 രൂപയ്ക്ക് നല്ല ഡിസൈനൊക്കെയുള്ള നല്ല ഫോൺ. അതാണ് എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനാണ്. ഉഗ്രൻ ഡിസൈൻ കേട്ടോ. ബാക്കിയുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിസൈൻ കുറച്ചും കൂടെ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം അത്രയ്ക്കും നല്ല. കാരണം പോക്കോയുടെ X7 Pro ഒക്കെ ഉണ്ട് 30,000 രൂപയുടെ. ആ ഒരു ഫോണിൻ്റെ എക്സാക്റ്റ് നമുക്ക് ആ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ ഒരു ഇതിലുള്ള ഡിസൈൻ ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസൈനുള്ള ഒരു ഫോൺ പോക്കോ C71 എന്ന മോഡൽ. ഇനി ലിസ്റ്റിലെ മൂന്നാമത്തെ ഒരു ഫോൺ എന്ന് പറയുന്നത് ഇൻഫിനിക്സിൻ്റെ Smart 9 HD എന്ന മോഡലാണ്. ഇതിൻ്റെ ഡിസൈനും കാണാനൊക്കെ നല്ല ഉഗ്രനാണ്, നല്ല രസമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. ഈ ഒരു 7000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണാണെന്ന് ആരും പറയില്ല കേട്ടോ. കണ്ട അത്രയ്ക്കും നല്ലൊരു ഉഗ്രനായിട്ടുള്ള ഡിസൈൻ തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് കേട്ടോ ഇതിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. അതും ഉഗ്രനാണ്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കാണാനും
ഫോൺ വേറെ ലെവലാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫോണിൻ്റെ ഡിസൈൻ ലുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ തന്നെ 13 MB ആണ് പ്രൈമറി ക്യാമറ ആയിട്ട് വരുന്നത്. 8 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. 13 MB മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയുള്ള ഫോണിൽ 50 MB മെഗാ പിക്സൽ ഇല്ലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. എല്ലാ ഫോണിലും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അല്ല 15 MB ഉണ്ടായതുകൊണ്ട് ഭയങ്കര അധികം അങ്ങനെയൊന്നുമില്ല കേട്ടോ. 13 ഉണ്ടായാലും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് സൂം ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല. വലിയ വ്യത്യാസങ്ങളൊന്നും അതിലില്ല കേട്ടോ. പിന്നെ പെർഫോമൻസ് ആണെങ്കിൽ തന്നെ MediaTekന്റെ ഹീലിയോ G50 എന്ന ഒരു പ്രോസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ എല്ലാ ഫോണും പോലെ തന്നെയാണ്. നല്ലൊരു പെർഫോമൻസ് കിട്ടും. നല്ല പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം സ്മൂത്തായിട്ട് ഫോൺ റൺ ആവും. ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് റൺ ആവും. അതിലൊന്നും ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഒരു ബാറ്ററി ആണെങ്കിൽ തന്നെ 5000 mAh ബാറ്ററിയും വരുന്നുണ്ട്. 10 വാട്ടിൻ്റെ ചാർജറും ബോക്സിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. ഇനി പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 3GB 64GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 6700 രൂപയായിട്ടാണ് വരുന്നത്. 6700 രൂപയ്ക്ക് 3GB റാം മാത്രമേ കിട്ടുന്നുള്ളൂ. അത് ഈ ഒരു ഫോണിൽ കുറവായിട്ടുള്ള കാര്യമാണ്. ബാക്കിയുള്ള ഫോണിൽ 4GB ഒക്കെ തന്നെ ബേസ് മോഡലിന് കിട്ടുന്നുണ്ട്. 4GB വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. പക്ഷേ 3GB ആണ് ഈ പ്രൈസ് പോയിന്റ് കിട്ടുന്നത്. സോ അതൊരു കുറവ് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ബെസ്റ്റ് ലെവലിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലിസ്റ്റിലെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഫോൺ മാത്രം മതി, അത് മാത്രമേ വാങ്ങൂ എന്ന് ഉള്ളവർക്ക് മാത്രമായിട്ടുള്ള ഫോൺ കേട്ടോ. സാംസങ്ങിൻ്റെ ഗാലക്സി M05 അല്ലെങ്കിൽ F05 രണ്ടും സെയിം ആണ്. ഒന്ന് ആമസോൺ, ഒന്ന് ഫ്ലിപ്കാർട്ട്. ആ ഒരു വ്യത്യാസവും പിന്നെ ചെറുതായിട്ടുള്ള കളേഴ്സിൽ വ്യത്യാസമുണ്ട്. കാണാൻ വലിയ സംഭവമൊന്നുമില്ല. ഒരു ഡീസൻ്റ് ആയിട്ട് ഡിസൈനാണ്. ബാക്കിയുള്ള ഫോൺ പോലെ അങ്ങനെ വലിയ രസം ഒന്നുമില്ല കേട്ടോ. ഇനി ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. നോർമൽ ആയിട്ടുള്ള 60 Hz ആണ് റിഫ്രഷ് റേറ്റ് ആയിട്ട് വരുന്നത്. സോ ഒരു ഡീസൻറ്റ് ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് സെൻസറാണ് വരുന്നത്. സെൽഫി ക്യാമറ ആണെങ്കിൽ 8 MB സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സാംസങ്ങും അതുപോലെ തന്നെയാണ് ഡീസൻറ്റ് ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ MediaTekന്റെ ഹീലിയോ G85 എന്ന പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രോസർ തന്നെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് വർഷം പഴക്കമുള്ള പ്രോസറാണ്. ആ സമയത്തൊക്കെ തന്നെ ഒരു 10K 12K റേഞ്ചിലൊക്കെ ഫോണിൽ ഈ ചിപ്സെറ്റും വെച്ചുകൊണ്ടാണ് ഒരുപാട് ഫോൺസൊക്കെ അന്ന് ഇറങ്ങിയത്. അപ്പം ആ ലെവൽ പെർഫോമൻസ് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ തന്നെ 5000 mAh ബാറ്ററിയും വരുന്നുണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് മാത്രമേ തരുന്നുള്ളൂ. ബോക്സിനകത്ത് ചാർജർ കിട്ടത്തില്ല. പക്ഷേ 25 വാട്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഏത് ഫോണിലും 18 വാട്ടിന് മേലെ കിട്ടുന്നില്ല. ഇതിൽ മാത്രമേ 25 വാട്ട് കിട്ടുന്നുള്ളൂ. അത് ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ 2+4 years വരെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഇവിടെ സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 4GB 64GB ആണ് ബേസ് മോഡൽ. അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസാണ് 6499 ആയിട്ടാണ് വരുന്നത്. 6500 രൂപക്ക് ഒരു സാംസങ്ങിൻ്റെ ഫോൺ. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും അതിനെ പറ്റി പറയാനില്ല. അപ്പോൾ ഇത്രയും ഫോൺസാണ് ആ ഒരു 7000 രൂപക്ക് താഴെ ഒരു 6500 ആ ലെവലിൽ വരുന്ന നല്ല ഫോൺസ് എന്ന് പറഞ്ഞത്. ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങളിങ്ങനെ ഗെയിമിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിട്ടൊന്നും എടുക്കരുത്. അങ്ങനെ ഒരു ഫോണൊന്നുമില്ല. എല്ലാത്തിലും ഇതുപോലെ തന്നെയാണ്. ഒരു ഡീസൻറ്റ് ലെവലിൽ ഗെയിം കളിക്കാൻ വേണ്ടി പറ്റും. ഒരു ഡീസൻറ്റ് ക്യാമറ എല്ലാത്തിലും ഒരുപോലെ തന്നെ ആയിരിക്കും. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈനൊക്കെ നോക്കിയെടുക്കുക. ഡിസൈനും റാം സ്റ്റോറേജും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ട് നോക്കിയാൽ മതി. ബാറ്ററി ബാക്കപ്പും ബാക്കിയുള്ളതൊന്നും എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. വലിയ ഡിഫറൻസ് ഇല്ല. എല്ലാ ഫോണിനും നല്ല വലിയ ഡിസ്പ്ലേ ഒക്കെയാണ് എല്ലാ ഫോണിനും വരുന്നത്. സോ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫോൺ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.